മേശരിയായി ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂ ഹാളിൽ. സിനിമയില് അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ? അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമാൻ, ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാന്നാണ് ചോദിച്ചത്. ബിക്കോസ് വി ആർ ഇൻഡിപെൻഡന്റ്. പക്ഷെ എന്നോട് തന്നെ അങ്ങനെ ചോദിച്ചേ. അല്ല, ഹന അങ്ങനെയാണോ സിനിമയിൽ കയറിയത്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? താങ്കളോട് അല്ല, ഞാനിത് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാൻ ഇത്രയും നേരം ഹനയോട് ചോദിക്കുമ്പോ അഷ്കറാണ് ഫീലോട് പറയുന്നത്. ഹനയ്ക്ക് അത്ര ഫീൽ ഒന്നുമില്ല. അപ്പം ഒബ്വിയസ്ലി കിടന്നു കൊടുത്തിട്ടായിരിക്കുമല്ലോ. മര്യാദ കൊണ്ട് സംസാരിക്കുന്ന അങ്ങനെ ഹന അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഹനയ്ക്ക് ഫീലിങ്സ് ഇല്ലാത്തതെന്ന്. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവരി നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവക്ക് നേരത്തെ തുടങ്ങി. ഹന അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഹനയ്ക്ക് ഫീലിങ്സ് ഇല്ലാത്തതെന്ന്. കഷ്ടം. ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കാൻ എന്തിനാണ് ഹന? ഞാൻ ചോദിക്കട്ടെ, ഹന മെയിൽ ഡോമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഷാലു ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെത്താനൊന്ന് ഓർത്ത് നോക്കാം. മെയിൽ ഡോമിനൻസ് കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ സപ്പോർട്ട് ചെയ്തു? നിനക്ക് ആവറൊന്നും പറയാൻ പാടില്ലേ? ഞാൻ കടന്നു കൊടുത്തിട്ടല്ലേ. ഞാൻ സോറി, നിന്നെ വേദന അനുഭവിപ്പിക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് ഐ ആം എ സാഡിസ്റ്റ്. റീച്ച് കിട്ടാൻ വേണ്ടി ഇത്ര ചീപ്പ് ചോദ്യങ്ങൾ യു വാണ്ട് ടു കണ്ടിന്യൂ മിസ് യു കണ്ടിന്യൂ. സോറി, ഓക്കേ, താങ്ക് യു ഫോർ ദി ഇന്റർവ്യൂ. അപ്പെല്ലാം പറഞ്ഞു. അടുത്ത